ചെയ്ത ഇനി എന്റെ മൂവി ആത്മാനത് വേറൊരു വഴിയില്ല ചേട്ടാ, വേറൊരു വഴിയില്ല. എന്റെ മക്കള് 2 പേരുണ്ട്, ഒരാൾക്ക് 5 വയസ്സ്, ഒരാൾക്ക് 1 വയസ്സ്. എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ജസ്ന സലീമും അതുപോലെ തന്നെ അരുൺ ബഷീറുമാണ്. അവരുടെ മാനസികമായിട്ടുള്ള ടോർച്ചർ കാരണമാണ് ഞാൻ ഈ കടുങ്കൈ ചെയ്തത്. ശോഭാസ് ക്രിയേഷൻ എന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. ശോഭ എന്നാണ് ഇവരുടെ പേര്. ഇവർ അനാഥയാണ്. അനാഥ മന്ദിരത്തിൽ നിന്നും ഇവരെ ഒരു അമ്മച്ചി ദത്തെടുത്ത് വളർത്തി. കല്യാണം കഴിഞ്ഞ് 2 മക്കളൊക്കെ ഉണ്ട്. ഇവർ നന്നായിട്ട് ചിത്രമൊക്കെ വരയ്ക്കും. അങ്ങനെ യൂട്യൂബിലൊക്കെ അത്യാവശ്യം ചിത്രങ്ങളൊക്കെ വരച്ചിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. അതിനിടയിലാണ് ജസ്ന സലീം എന്ന് പറയുന്ന കപടഭക്തിയുടെ കുറച്ച് വീഡിയോസ് ഇവർ കാണുന്നത്. നിരന്തരമായിട്ട് പല ആളുകൾ അവഹേളിക്കുന്നതാണ് ഇവർ കാണുന്നത്. അതുകൂടാതെ തന്നെ ഇവരൊരു ഈശ്വര വിശ്വാസിയാണ്. ഗുരുവായൂർ അമ്പലനടയിലൊക്കെ ഇടക്കിടക്ക് പോയിട്ട് വിശ്വാസികൾക്കും പോലും അവിടെ പോയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് ആക്കിയെടുത്ത ജസ്ന സലീമിനോട് സ്വാഭാവികമായിട്ട് ഏതൊരു ഹൈന്ദവനും ഉണ്ടാവുന്ന ഒരു ദേഷ്യം ഇവർക്ക് വന്നു. ഇവർ നിരന്തരം വീഡിയോസ് ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇവർ പ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ജസ്ന സലീം വളരെ മോശപ്പെട്ട രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് കേൾക്കുന്നത്. അതായത് പ്രസവിക്കാത്ത സ്ത്രീകളെ വേറൊരു പേരിട്ട് വിളിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശപ്പെട്ട രീതിയിൽ ആ ഒരു സ്ത്രീയെ ചിത്രീകരിക്കുന്നവർ കണ്ടു. അവരതിൽ ഇടപെടലുകൾ നടത്തി എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് ഇവർക്ക് നേരിടേണ്ടി വന്നത് വലിയ സൈബർ ആക്രമണങ്ങളാണ്. അതേപോലെ ജസ്ന സലീം നിരന്തരമായിട്ട് ഇവരെ അനാഥയാണല്ലോ, പല തന്തക്ക് പറഞ്ഞതാണ് എന്ന രീതിയിലൊക്കെ പല വൃത്തികേടുകളും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പതുക്കെ രംഗത്ത് വന്നു. ഇവർ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തു. പക്ഷെ ജസ്ന സലീമിന്റെ കയ്യിൽ എന്തോ മെന്റൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ വെച്ചിട്ടാണ് ആള് രക്ഷപ്പെട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. 2 മക്കളാണ്. അവര് ജീവൻ എടുക്കാൻ ശ്രമിച്ചു, ആശുപത്രിയിലായി, അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്നു. ഒരുപാട് ആളുകളോട് പറയുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഗവൺമെന്റ് ഒന്നും ഒരു തീരുമാനവും ഇല്ല എന്നുള്ളതാണ്. കാരണം ഒരു പെണ്ണിനെ എന്തെങ്കിലും പറഞ്ഞാൽ, വൃത്തികേട് പറഞ്ഞാലൊന്നും ഒരു കേസും ഇല്ല. ഒരാണൊരു പെണ്ണിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് വരുന്നു, അവന്റെ മൊബൈൽ ഫോണും ട്രൈപോഡും മൈക്കും എല്ലാ കുന്ത്രാണ്ടവും എടുത്തുകൊണ്ടുവന്ന് അവന് ജാമ്യം കിട്ടാതെ ജയിലിൽ കൊണ്ടിടും. പക്ഷെ ഒരു സ്ത്രീ എന്തും പറയാമെന്ന രീതിയിലേക്കായി എന്നുള്ളതാണ്. ഇവർ നിലവിൽ മറ്റൊരു പെൺകുട്ടിയെ, സ്മൃതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വളരെ മോശപ്പെട്ട രീതി എന്തൊക്കെയോ പറഞ്ഞിട്ട് കേസായി. പക്ഷെ കേസിലൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ധൈര്യമാണ് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഹൈന്ദവരായിട്ടുള്ള ആളുകളെ മോശപ്പെട്ട രീതിയിൽ ഇവർ പലതും പറയുമ്പോൾ, ഹൈന്ദവരായിട്ടുള്ള ആളുകളുടെ വിശ്വാസത്തിൽ കൈകടത്തുമ്പോൾ പല ആളുകൾ അത് ചോദ്യം ചെയ്യുന്നുണ്ട്. ആ ചോദ്യം ചെയ്യുന്ന സമയത്ത് അവർക്ക് പറ്റുന്നില്ല, വളരെ മോശപ്പെട്ട രീതിയിൽ അവർ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. ശോഭയ്ക്ക് സംഭവിച്ചത് എന്താണെന്ന് ശോഭ തന്നെ പറയും, നമുക്കത് കേൾക്കാം. കഴിഞ്ഞ വർഷം 10ാം മാസത്തില് ഞാൻ അവളെ ജസ്റ്റ് ഒന്ന് വിളിച്ചു. ഇതുപോലെ ഒരു ചേച്ചിയുണ്ട്, പ്രിയ എന്ന പേര്, ലസ്തപാലക്കളുടെ കൂടെയൊക്കെ നടക്കുന്നൊരു ചേച്ചിയാണ്. അവർക്ക് കുഞ്ഞുങ്ങളില്ല. ഇവളെപ്പോഴും ആവശ്യമില്ലാത്തൊരു പേര് വിളിക്കും, മക്കളില്ലാത്തവരെ. അരുണും ഇവളും. അന്ന് ആ ചേച്ചിയെ ഞാൻ സഹായിച്ചിട്ടൊക്കെ ഉണ്ട്. അത് എനിക്ക് എൻ്റെ ചേച്ചിയായിട്ട് തന്നെ ഞാൻ കാണുന്നത്. ചേട്ടനെയാണല്ലോ എൻ്റെ സ്വന്തം ചേട്ടനായിട്ടേ കാണുന്നത്. കാരണം എനിക്ക് സ്വന്തം എന്ന് പറയാനായിട്ട് അനിയനോ ചേട്ടനോ ചേച്ചിയോ അനിയത്തിയോ അങ്ങനെ ആരും ഇല്ല. ഞാൻ ഒറ്റ മോളാ. അതും അവിടെ നിന്ന് തന്നെ എടുത്തോണ്ട് വന്നോണ്ട് മാത്രമേ എനിക്ക് ഒരു അച്ഛനെയും അമ്മയും കിട്ടി. ഇല്ലെങ്കിൽ ഞാൻ അവിടെ അനാഥാലയത്തിൽ കിടക്കത്തേ ഉള്ളായിരുന്നു. ആ ചേച്ചി ഇതുപോലെ ഇരുന്ന് കരഞ്ഞ് വീഡിയോ ചെയ്തായിരുന്നു ലൈവ്. അത് കണ്ടപ്പോൾ എനിക്ക് വിഷമമായിട്ട് ഞാൻ ഇവളെ വിളിച്ചു. പ്രിയയ്ക്ക് പകരം ഞാൻ വന്നാൽ മതിയോ എന്നൊന്ന് ചോദിച്ചു. അവിടെ മുതൽ എന്നെ എന്തെല്ലാം തരത്തിൽ ചീത്ത വിളിച്ചു തുടങ്ങിയത്. അന്ന് മുതൽ എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഞാൻ അതുപോലെ തന്നെ അവൾ ചെയ്യുന്ന പോലെയല്ല, ഞാൻ പടം വരയ്ക്കാറുണ്ട്, എല്ലാ പെയിന്റിങ്സും ഞാൻ ചെയ്യാറുണ്ട്, എനിക്ക് ഓർഡർ കിട്ടുന്നുമുണ്ട്. ഇടയ്ക്ക് അത് കഴിഞ്ഞിട്ട് 2002 മാസം ഫെബ്രുവരിയിൽ 26 സമയമായപ്പോഴത്തേക്ക് ഒരുത്തനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് എൻ്റെ ഡീറ്റെയിൽസ് എടുപ്പിച്ചു. അപ്പോൾ ആ സമയത്ത് എനിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നി. പോർഷൻ എന്ന് പറയുന്നത് നല്ലത് ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എനിക്ക് സംശയം തോന്നി. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ചോദിച്ചപ്പം ഹസ്ബൻഡിൻ്റെ പേര് രഞ്ജിൻ കെ രാജു എന്ന്. ഞാൻ പേര് മാറ്റി പറഞ്ഞു, രഞ്ജിത്ത് എന്ന് പറഞ്ഞു. അന്നേ ദിവസം തന്നെ എവിടെ നിന്നും ഒരു രഞ്ജിത്ത് വിളിച്ചപ്പം എൻ്റെ ഭർത്താവാന്നും പറഞ്ഞ് വീഡിയോ ഇട്ടു. സോവയെന്നാണ് എന്നെ വിളിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ, ഇവളൊറ്റ ഒരുത്തേ കാരണം. അത് കഴിഞ്ഞിട്ട് എവിടെ നിന്നാണെന്ന് അറിയത്തില്ല. എൻ്റെ ഫുൾ ഹിസ്റ്ററി എടുത്തിട്ട് 35 ദിവസമുള്ളപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും എന്നെ ലീഗലി അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത്. ഇവിടെ കുടുംബക്കാരെല്ലാവരും ചേർന്ന് എന്നെ എടുത്തോണ്ട് വന്നത്. എന്നെ 35 ദിവസം പ്രായമുള്ളതെന്നും പറഞ്ഞുകൊണ്ട് കളിയാക്കി വീഡിയോ ഇട്ടേക്കുന്നത്. അത് അരുണിൻ്റെ ഫോട്ടോ ഉള്ള ആ ഒരു വീഡിയോ ഫസ്റ്റ് അവിടെ തുടങ്ങുന്നത്.
ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം ഞാൻ. 15 ദിവസം പ്രായമുള്ള നിന്നെ കുത്താൻ ഞാൻ വരൂ. അതെ, എനിക്കൊക്കെ സ്വന്തമായിട്ട് അച്ഛനും അമ്മയുണ്ട്. നിങ്ങൾക്കുണ്ടോ? എല്ലാവർക്കും ഉണ്ടാവില്ലോ. സ്വന്തമായിട്ട് അച്ഛനും അമ്മയും ഇല്ലാത്തവൾ എന്താ പറയാറ്? അതറിയില്ല, ഓനറിയില്ല. എനിക്ക് സ്വന്തമായിട്ട് അച്ഛനും അമ്മയുണ്ടോ? 35 വയസ്സ് പ്രായമുള്ളപ്പോ അച്ഛനും അമ്മയെ ഉപേക്ഷിച്ചിട്ടുണ്ടോ? ഓക്കെ, ആ ഒരു പെൺകുട്ടിയെ കളിയാക്കുന്നതാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. എനിക്ക് വളരെ മോശപ്പെട്ട രീതി സംസാരിക്കാൻ അറിയാം, പക്ഷെ അതോട് പറയുന്നില്ല. സ്വന്തമായിട്ട് അച്ഛനും ഉണ്ടോ അമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അറിയാഞ്ഞിട്ടല്ല, പറയുന്നില്ല. റമദാൻ മാസമായി പോയില്ലേ, അവർക്ക് നോമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. കാരണം അവർ വിശ്വാസികളായിരിക്കും. ഈ പൈസയും പറ്റിയിട്ട് ജീവിക്കുന്നത് കൊണ്ട് അവർക്ക് അതിനുള്ള ഗുണമൊന്നും ഉണ്ടാവില്ല എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. എന്നാലും കൊള്ളാം ജസ്ന, കൊള്ളാം. അത് നീ പിറക്കാതെ പോയത് ഖേദിക്കുന്നു കുഞ്ഞെ, ഞാൻ ഖേദിക്കുന്നു. എന്റെ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാം, എന്റെ അച്ഛൻ മജീദാണെന്ന്. നീയോ? വേണ്ട, പോട്ടെ, നമുക്ക് അച്ഛന്മാരെ തൊട്ട് കളിക്കണ്ട. അച്ഛന്മാരൊന്നാണോ രണ്ടാണോ നമുക്ക് അമ്മമാരോടെ ചോദിക്കാൻ പറ്റുള്ളൂ. വേണ്ട, അമ്മ ഏതായാലും ഒന്നല്ലേ ഉണ്ടാവും. ഞാൻ എന്റെ നെഞ്ചത്ത് കൈവച്ചിട്ട് പറയാ, എന്റെ അമ്മയുടെ പേര് സോഫിയ എന്നാ. അതേപോലെ ഒന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യാൻ പറ്റുമോ? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ആ ഒരു പെൺകുട്ടിയെ ഈ രീതിയിൽ ആക്രമിക്കേണ്ട കാര്യം ഇവർക്കില്ല. ഇവര് ആദർശം കൊണ്ട് നേരിടാന്നുള്ളതാണ്. ഇവരൊരു ഇസ്ലാം മതവിശ്വാസിയല്ല. ആ മതവിശ്വാസം കൊണ്ട് ഇവർ ജീവിക്കുന്നില്ല. തട്ടമിട്ട് നടന്നുകൊണ്ട് കുറെ ബിസിനസ് നടത്താൻ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. ഇവരുടെ നാടകം മനസ്സിലാക്കിയ ആളുകൾ അതൊക്കെ തള്ളിക്കളഞ്ഞു. ഇപ്പൊ ഫോട്ടോസും കാര്യങ്ങളൊന്നും ആരും വാങ്ങുന്നില്ല. അപ്പൊ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് റീച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അവരൊരു വീഡിയോ ഇട്ടു. അതായത് ഒരു പച്ച പൊട്ട കൂത്തിയിട്ട് ഈ റമദാൻ മാസത്തിൽ ജസ്ന സലീം പൊട്ടു കുത്തിയാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ, അതെടുത്ത് ചർച്ച ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇട്ടത്. അത് ആരും എടുത്ത് ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ്. ആളുകൾക്ക് മനസ്സിലായി, മുസ്ലിമായി പറഞ്ഞ ആളുകൾക്ക് മനസ്സിലായി, ഹിന്ദുവായി പറഞ്ഞ ആളുകൾക്ക് മനസ്സിലായി, ഇത് റീച്ചിന് വേണ്ടിയുള്ള കളിയാണ് എന്നുള്ളത്. ഇപ്പൊ ഈ പെൺകുട്ടി എന്തിനാണ് ഈ രീതിയിൽ ചിത്രീകരിക്കുന്നത് മനസ്സിലാവുന്നില്ല. അനാഥയായി ജനിക്കുന്നത് അത് അവരുടെ തെറ്റല്ലല്ലോ, അവരുടെ കുറ്റവുമല്ല. പക്ഷെ ഇവരത് വലിയൊരു തെറ്റായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ അനാഥരായി ജനിക്കുന്ന ആളുകളെ ഏത് രീതിയിലാണ് കാണുന്നതെന്ന് നിങ്ങൾ കണ്ടല്ലോ. അത്രക്ക് മോശപ്പെട്ട ഒരു മനോഭാവമാണ് ജസ്ന സലീമിനുള്ളത്. ഇനി ആ പെൺകുട്ടിക്ക് പറയണത് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് എൻ്റെ അമ്മയും അച്ഛനും കൂടെ ഞാനും കൂടെ ചേർന്ന് ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ട് എല്ലാവരും എന്നെ സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണമെന്നും പറഞ്ഞു. അത് കുറേ പേര് കണ്ടു, അതവിടെ വിട്ടു. അല്ലാതെ അത് കഴിഞ്ഞിട്ട് പിന്നെയും അത് പറഞ്ഞിരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. അതുകൊണ്ട് എൻ്റെ അമ്മയുടെ ഫോണിൽ നിന്ന് വിളിച്ചു. ആ ഫോണിൻ്റെ കോൾ മൊത്തം റെക്കോർഡ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എടുത്തിട്ടിട്ടുണ്ട്. അത് കാരണം എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ സ്വസ്ഥതയില്ല. അമ്മയുടെ ഫോണിലേക്ക് ആവശ്യമില്ലാത്ത എന്തെല്ലാം വൃത്തികേടുകളാണ് ഇട്ട് വെച്ചേക്കുന്നത് ഓരോ ആമ്പിള്ളേര്. നമ്മൾ അനാഥരായി പോകുന്നത് നമ്മുടെ തെറ്റുകൊണ്ടല്ല, അത് ആദ്യം മനസ്സിലാക്കുക. ആ ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ട് നിന്റെ തന്തയാരാണ്, നിന്റെ തള്ളയാരാണെന്നൊക്കെ പറയുമ്പോൾ നാളെ ഇവളൊക്കെ വല്ല ഇടിമിന്നലൊരു ചത്തു കഴിഞ്ഞാൽ ഇവരുടെ മക്കളും ആ രീതിയിലാവൂലേ? അപ്പൊ ആ രീതിയിലാണോ ജനങ്ങൾ കാണേണ്ടത്? എന്ത് പറയാനാടാ, ബോധം എന്നൊരു സാധനം ഇല്ലാതെ പോയി. ഇനിയിപ്പോ നിങ്ങളുടെ മക്കളെ കുറിച്ച് ആരെങ്കിലും അപവാദം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പ്രതികരിക്കില്ലേ? അത് തന്നെയാണ് ഈ അമ്മയും ചെയ്തിട്ടുള്ളൂ. കൂടുതൽ കിടന്ന ആള് കളിക്കണ്ട കേട്ടോ. കളിച്ചാ നീ എന്താക്കടി? ആദ്യം സ്വന്തം മക്കളാണെങ്കിൽ അങ്ങനെ അടുക്കി നിർത്തടി. അതിന് സ്വന്തം മക്കളല്ലല്ലോ. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കുമ്പോ ആണുങ്ങൾക്ക് പറയാൻ പറ്റില്ല. പെണ്ണ് അങ്ങോട്ട് തിരിച്ചു പറഞ്ഞാൽ അത് കേസില്ല. പോലീസുകാർ പറയും ഞങ്ങൾ എന്ത് ചെയ്യാനാ. വേറെ വല്ല ആണാണെങ്കിലും ഓക്കെ, അവനെ പിടിച്ച് 4 കുത്തി ജയിലിലിട്ട് ഓക്കെ അവൻ ജയിലിൽ കിടക്കട്ടെ എന്ന് വിചാരിക്കാന്നാ പറയുന്നത്. എടോ, ഇന്ത്യ എന്ന മഹാരാജ്യത്ത് എല്ലാവർക്കും ഒരു നിയമമാണ്. എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ സ്മൃതിയെ കുറിച്ചിട്ട് എന്ത് മോശപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നേ, അത് തെളിവ് സഹിതം സ്റ്റേഷനിൽ കൊടുത്തിട്ടും ഒന്നും ആയില്ല. ഈ പെൺകുട്ടിയുടെ അവസ്ഥ ഇതാന്നുള്ളതാ. ആ ഒരു പെൺകുട്ടി ജീവനെടുക്കാൻ ശ്രമിക്കുകയും ആശുപത്രിയിലാവുകയും ചെയ്തു എന്നുള്ളതാണ്. ഇവിടെ ജസ്ന സലീം ഇടക്കിടക്ക് നാടൻ കളിക്കുന്ന കാണാറുണ്ടല്ലോ. മനഃപൂർവ്വമാണ്. ഞരമ്പിന്റെ മുകളിൽ ബ്ലേഡ് എത്തുന്നില്ല എന്നുള്ളതാണ്. തൊലിയുടെ പുറത്തിട്ട് 4 ഒരക്കലിറങ്ങി ആശുപത്രി കിടക്കുക. ഇതാണ് സ്ഥിരം പരിപാടി. അവരുടെ നാടകം കണ്ട് മടുത്തു ആളുകള്. ഇനി ചത്താലും ചത്തില്ലെങ്കിലും ആർക്കും ഒരു കുഴപ്പമില്ല എന്ന രീതിയിലേക്ക് ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അവർക്ക് മറുപടി പറയാൻ നമുക്ക് അറിയാഞ്ഞിട്ടല്ലേ. നമ്മളെങ്ങനെ പറയും? നമ്മളെങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയും? നമുക്കതിന് കഴിയാത്ത അവസ്ഥയിലാണ് ഇപ്പോഴത്തെ നിയമ സംവിധാനങ്ങളൊക്കെ. ഇവൾക്ക് എന്തും ചെയ്യാം എന്നുള്ള രീതിയിലേക്കായി എന്നുള്ളതാണ്. എന്തായാലും ഹൈന്ദവർ മുഴുവൻ ജസ്ന സലീമിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ക്രൈസ്തവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇല്ല. എന്നാൽ ഇസ്ലാമി പറഞ്ഞ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇല്ല. ഇവർക്ക് തെറി വിളിക്കാനായിട്ട് ചെന്ന് നിങ്ങൾ അവരെ റീച്ച് കൂട്ടിക്കൊടുക്കരുത്. അത് എനിക്ക് പറയാനുള്ളൂ.
നിങ്ങൾ അവരിടുന്ന വീഡിയോസിന് പോയിട്ട് പ്രതികരിക്കാതിരിക്കുക, നിങ്ങൾ അവരിടുന്ന വീഡിയോസിന് കമന്റ് ഇടാതിരിക്കുക, പറ്റുമെങ്കിൽ റിപ്പോർട്ട് അടിച്ച് പോ. അതാണ് ചെയ്യേണ്ടത്. അവർ സത്യത്തിൽ നിങ്ങളെ പറ്റിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണെന്നുള്ളതാണ്. ഇപ്പൊ ഈ പെൺകുട്ടിയുടെ അവസ്ഥ കണ്ടില്ലേ? അതേപോലെ തന്നെ മുന്നേ പ്രതികരിച്ച ആ സ്ത്രീയെ, പ്രസവിക്കാൻ കഴിയാത്ത സ്ത്രീകളെ വളരെ മോശപ്പെട്ട രീതിയിൽ അവർ ചിത്രീകരിച്ചു. അനാഥരായ പെൺകുട്ടികളെ അല്ലെങ്കിൽ അനാഥരെ അവർ വേറെ രീതിയിൽ ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ്. എന്തൊരു അഹങ്കാരമാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഒരാണായിരുന്നെങ്കിൽ ആരെങ്കിലും പോയി 4 തല്ലെങ്കിലും തല്ലും. ഇത് പെണ്ണായതുകൊണ്ട് അതിനും പറ്റില്ല എന്നുള്ളതാണ്. എന്തായാലും ഒക്കെ പടച്ച തമ്പുരാൻ കാണുന്നുണ്ട്. അവർക്ക് അത് വിശ്വാസമൊന്നുമില്ല, എന്നാലും നമ്മളെ വിശ്വാസം കൊണ്ട് പറയാം, പടച്ച തമ്പുരാൻ എല്ലാം കാണുന്നുണ്ട്. പടച്ച തമ്പുരാൻ തന്നെ കൊടുത്തോളൂ. പിന്നെ നിയമങ്ങൾ എന്തെങ്കിലും ചെയ്യുമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല. ആ പെൺകുട്ടിക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്നല്ലാതെ എന്ത് പറയാനാണ്. ഇങ്ങനെ ഒരുപാട് ആളുകളെ ഇവർ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പൊ ജസ്ന സലീമിനെതിരെ ഞാൻ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഹൈന്ദവ വിശ്വാസികളെയും ഇസ്ലാം മതവിശ്വാസികളെയും ഒരേപോലെ ക്രൂശിക്കുന്നത് കൊണ്ടും അവർ കാരണം ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ പ്രതികരിച്ചിരുന്നത് എന്നുള്ളതാണ്. ഞാൻ അവർ പ്രതികരണമൊക്കെ നിർത്തിയതാണ്. കാരണം അവർ നന്നാവാനൊന്നും പോകുന്നില്ല. അവരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലായതാന്നുള്ളതാണ്. അതിനിടയിൽ ഈ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് നമ്മളെ സമീപിക്കുകയാണ്. ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത്. 4 ആൾ അത് റിയാക്ട് ചെയ്താലെങ്കിൽ പോലും പോലീസുകാർ എന്തെങ്കിലും നടപടി എടുക്കുന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ്. അത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക എന്നുള്ളതാണ്. പരമാവധി വീഡിയോ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഹൈപ്പ് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് ഇടപ്പാൾ സൈനിങ് ഓഫ്.